പഠിക്കുന്നത് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. പുതിയ ഡിഷാണ്, കോട്ടയം സ്റ്റൈൽ ചിക്കനാണ് നമ്മൾ കോട്ടയം. ഈ ചിക്കൻ പ്രത്യേകമായും കോട്ടയം കാഞ്ഞിരപ്പള്ളി റബ്ബർ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാണ്. പ്രധാനമായിട്ടും വേണ്ടത് ചിക്കനാണ്. ബാക്കി മറ്റുള്ള കറികളെ അപേക്ഷിച്ച് പ്രധാനമായിട്ട് ചിക്കനാണ്. ആദ്യമായി നമ്മൾ അരിഞ്ഞിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് പറയുന്ന ആരെല്ലാം വഴറ്റി എടുക്കുക. ഇതിന്റെ ചേരുവകളെ കുറിച്ച് നമുക്ക് ഷെഫിനോട് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ചേരുവ ഈ ഉള്ളി നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഉള്ളിയല്ല. ഇത് പ്രത്യേകമായി ഞങ്ങൾ ഗോവയിൽ ഇറക്കുമതി ചെയ്തതാണ്. ഗോവൻ പേര് പ്രത്യേക ഈ കിടക്കുന്ന ഈ ചുമന്നായിട്ടുണ്ടാവും. ഷെഫ് എന്നത് ചോദിക്കുന്നത് ഷെഫിനല്ലേ തീരെ ഐഡിയ ഇല്ലാതാണ്. വ്യക്തമാക്കാൻ സാധില്ല. കാരണം അതിന്റെ ടീച്ചേഴ്സ് വെളിയിൽ പോകും. കാഞ്ഞിരപ്പള്ളി കോട്ടയം വഴിയുള്ള ചിക്കനാണ് ഇത് വെറൈറ്റി ആയിട്ട്. അപ്പൊ നമ്മുടെ ഉള്ളി ഏതാണ്ട് വഴച്ചിട്ട് എല്ലാ കാഞ്ഞിരപ്പള്ളി കോട്ടയം എന്ന് പറഞ്ഞാലും ചിക്കൻ മസാല ഇതാണ് പണി ഇറങ്ങിയത്. ഇത് പ്രത്യേകമായി ഉണ്ടോ ഈസ്റ്റ് കിഴക്ക് ചിക്കനിലേക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ റബ്ബർ പാലുറ കഴിക്കുന്ന ഡിഷുണ്ട്. ആ ഡിഷാണ് ഏറ്റവും ഇഷ്ടം. ഏറ്റവും വിലയേറിയ ഫുഡും സ്വാദിഷ്ടമായത് വിലയേറിയ ഫുഡുമാണ്. അറിയാൻ പാടില്ല. അതല്ല, കുക്കർ നിറച്ചുണ്ട്. റെഫറൻസ് ആവശ്യമാണ്. ഫോൺ എടുക്കും. സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്. പ്രത്യേകമായ രീതിയിൽ നമ്മൾ ഷിംലയിൽ നൽകുന്ന ഷിംല മുളകുകളാണ്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളകിന്റെ നീട്ടം എന്ന് പറയുന്ന ഏകദേശം ഇത്രത്തോളം വരും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയും പ്രത്യേകതയും. ഇത് ഞങ്ങൾക്ക് അവിടുന്ന് അയച്ചു തന്നതിന് എബിയോട് നമ്മൾ വളരെയധികം നന്ദി പറയുന്നുണ്ട്. പിന്നെ ചെന്നൈയിൽ നിന്നും മിർച്ചി അയച്ചു തന്ന പെബിനും പ്രത്യേക രീതിയിലൊരു നന്ദിയുണ്ട്. ഈ തക്കാളി എവിടെ നിന്ന് വന്നു? തക്കാളി ഇത് നമ്മൾ പ്രത്യേകമായി കൂട്ടി സ്പെഷ്യലാണ്. എപ്പോഴും ഉണങ്ങിയിരിക്കുന്ന പെബിലാണ് നമുക്ക് ഈ മിർച്ചി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നും പ്രത്യേകമായ രീതിയിൽ കൊണ്ടാവേണ്ടി തയ്യാറാക്കി കൊടുത്ത ഉണക്ക മിർച്ചിയാണിത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവനെ പോലെ തന്നെയാണ് ഉണങ്ങി വന്നിട്ട് കരിഞ്ഞ് പൂതിയിരിക്കുന്ന സാധനമാണ്. ഇത് താഴെ പോയിക്കൊണ്ടിരിക്കും. നല്ല എതുവായിരിക്കും. ഇതേക്കുറിച്ച് പറഞ്ഞിട്ട് പെരും പറഞ്ഞ നല്ല എതുവാണ്. അപ്പൊ ഇത് ചിക്കൻ കറി ഇട്ട് നല്ല ഇതിന്റെ ടേസ്റ്റ് വർദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവം ഉള്ളതാണോ? ഇത് ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലേവർ ഉണ്ടാവുന്നതാണ് പെരും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയത്തില്ല കൂടുതൽ വിവരങ്ങൾ. പിന്നെ ഈ കത്തി നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബിബിനാണ്. നമുക്ക് ഈ കത്തി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വിഭവങ്ങളെല്ലാം പരിചയപ്പെടാം. അടുത്തത് പിന്നെ വെളുത്തുള്ളി ഇരിക്കുന്ന ആൽബർട്ടാണ്.
ഇത് പ്രത്യേകമായ രീതിയിൽ ചുരങ്ങളിൽ നിന്നും എടുക്കുന്ന കാടുകളിൽ നിന്നും വള്ളിയിൽ തൂങ്ങിപ്പോയി പിടിച്ചോണ്ട് വരുന്നതായിട്ട് ചൂട് പിടിച്ചു എന്ന് പറയുന്നത് ഇതാണ് ആ സ്പെഷ്യൽ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നാവിൽ വെള്ളം പോകും. കണ്ടില്ലേ ഷെഫിന്റെ ഒരു നാവിൽ വെള്ളം. ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഷെഫ്, താങ്കളുടെ ഇത്രയും കാലത്തുള്ള പരിചയത്തെ കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് 2007 ഡിസംബർ 12-ാം തീയതിയാണ്. അന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളുടെ പിറന്നാളും നമ്മുടെ ഷെഫ് പരിപാടികൾ തുടങ്ങാനൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന പോലെ ഒരു മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോകുന്ന ഒരു അവസരത്തിലാണ് ഇതുപോലെ ചിക്കൻ കറികളൊക്കെ ഉണ്ടാക്കാൻ ഒരു അവസരം ലഭിക്കുന്നത്. ആ അവസരം ഞാൻ ശരിക്കും കൃതാർത്ഥനായിരുന്നു. ആ കൃതാർത്ഥയുടെ ഭാഗമായി ഞാൻ വളരെയധികം ചിക്കൻ കറികളും മട്ടൻ കറികളും ഒക്കെ ഉണ്ടാക്കി പലരും ആൾക്കാർക്ക് പരിപോഷിപ്പിച്ചിട്ടുണ്ട്. മുളകിടാൻ മറന്നുപോയി. പക്ഷെ സാധനങ്ങൾ നമ്മൾ വീണ്ടും മുളക് കുറച്ച് കഴിയുമ്പോഴാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കൂടുതൽ കൂട്ടാൻ പറ്റിയ കൊച്ചായ ഷാപ്പ് മുതലാളി ഒക്കെ ആയിട്ടുള്ള മനുഷ്യനെ കണ്ടിട്ട് അസിസ്റ്റന്റ് നോക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും അത് കൊടുക്കും. ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഇത് റെഡി ആകും എന്നാണ് നമ്മുടെ മെയിൻ ഷെഫ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടാവും ഇതിന്റെ സ്ഥിതി എന്നറിയാൻ 1 മണിക്കൂർ കാത്തിരിക്കണമല്ലോ സാർ. 1 മണിക്കൂർ കാത്തിരിക്കണം. ഓക്കെ.